الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു കൂടിയിരുത്തം സാലിഹായ അമലായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാന്യരെ, ഇവിടെ നാം വിശദീകരിക്കാൻ പോകുന്ന കൃതി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഹിജ്റ 1206 മരണപ്പെട്ട മഹാപണ്ഡിതനും തൗഹീദ് ദഅവത്തിൻ്റെ പടനായകനുമായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ ഉസൂലു സിത്ത എന്ന കൃതിയാണ് നാം വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായും വിവരിച്ച 6 അടിസ്ഥാന കാര്യങ്ങൾ. എന്നാൽ പല ബുദ്ധിശാലികളായ പണ്ഡിതന്മാരാണെന്ന് പറയുന്നവർ പലർക്കും അറിയാതെ പോയ അല്ലെങ്കിൽ വിസ്മരിച്ച് കളഞ്ഞ അശ്രദ്ധരായ 6 അടിസ്ഥാന കാര്യങ്ങൾ. അൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ അസ്ലിൻ്റെ ബഹുവചനമാണ്. അടിസ്ഥാനം, അതിൻ്റെ ബഹുവചനമാണ് ഉസൂൽ എന്ന് പറഞ്ഞാൽ മൗലിക കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ. കർമ്മശാസ്ത്ര സംബന്ധ മൗലിക വിഷയങ്ങൾക്ക് എന്ത് പറയും? ഉസൂലുൽ ഫിഖ് എന്ന് പറയും. വിശ്വാസ സംബന്ധമായ അടിസ്ഥാന മൗലിക കാര്യങ്ങൾക്ക് ഉസൂലു അദ്ദീൻ എന്ന് പറയും. ഉസൂലുദ്ദീൻ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉസൂലുദ്ദീൻ എന്ന പ്രയോഗം എത്രത്തോളം സൂക്ഷ്മമായ പ്രയോഗമാണ്. കാരണം വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ വരാത്ത പദമാണ്. പലപ്പോഴും മുതകല്ലിമുകളായ ഉലമാ ഉൽ കലാം പ്രയോഗിക്കാറുള്ള പദമാണത്. കാരണം ഈയൊരു പദപ്രയോഗം പലരും പ്രയോഗിക്കുന്നത് ദീനിൽ മൗലിക വിഷയങ്ങളുണ്ട്, എന്നാൽ പ്രാധാന്യമർഹിക്കാത്ത ശാഖാപരമായ വിഷയങ്ങളുമുണ്ട് എന്ന രൂപത്തിലേക്ക് ചർച്ച പോകുന്നത് ആരോഗ്യകരമല്ല. എന്നാൽ ദീനിൽ നാം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മൗലിക വിഷയങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ അഹ്ലുസുന്ന പണ്ഡിതന്മാർ ഉസൂലുദ്ദീൻ എന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അൽ ഉസൂലു സിത്ത, അതാണ് ഇവിടെ നാം വിശദീകരിക്കുന്ന 6 പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ. വിശുദ്ധ ഖുർആൻ സുവ്യക്തമായും വിവരിച്ച 6 കാര്യങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബസ്മല കൊണ്ടാണ് ഷെയ്ഖ് അവറുകൾ ആരംഭിച്ചിട്ടുള്ളത്. അവിടുന്ന് പറയുന്നു, മിൻ അഅജബിൽ ഉജാബ് വ അക്ബറിൽ ആയാത്തിദ് ദാല്ലത്തി അലാ ഖുദ്റത്തിൽ മലിക്കിൽ ഗല്ലാബ് ستة أصول بينها الله تعالى بيانا واضحا للعوام فوق ما يظن الظانون ثم بعد هذا غلط فيها كثير من أذكياء العالم وعقلاء بني آدم إلا أقل القليل. من أعجب العجاب, അതായത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്. وأكبر الآيات الدالة على قدرة الملك الغلاب, ഗല്ലാബായ അജയ്യനായ രാജാവായ റബ്ബിൻ്റെ കുദ്റത്തിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു
സിത്തത്തു ഉസൂലിൻ ബയ്യനഹ അല്ലാഹു തആല ബയാനൻ വാദിഹൻ ലിൽ അവാം. സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായും വിശദീകരിച്ച 6 കാര്യങ്ങൾ, 6 അടിസ്ഥാന വിഷയങ്ങൾ. ഫൗഖ മാ യظുന്നു ദ്വാന്നൂൻ, അതായത് ധരിക്കുന്നവരുടെ ധാരണകൾക്കപ്പുറം, ഊഹിക്കുന്നവരുടെ ഊഹങ്ങൾക്കപ്പുറം അത്രക്കും വ്യക്തമായ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച 6 അടിസ്ഥാന കാര്യങ്ങൾ. ثم بعد هذا, എന്നിട്ടും ഇത്രയും വിശദീകരിച്ചതിന് ശേഷവും غلط فيها كثير من أذكياء العالم, അതായത് ഈ പ്രപഞ്ചത്തിലെ ബുദ്ധിശാലികളാണ് എന്ന് വാദിക്കുന്നവർ, വലിയ ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് പറയുന്നവർക്ക് പോലും ധാരാളം ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. വഉഖലാഇ ബനി ആദം, ആദം സന്താനങ്ങളിൽ ബുദ്ധിശാലികളായ ആൾക്കാർക്ക് ഈ വിഷയങ്ങളിൽ ഈ 6 കാര്യങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇല്ല അഖല്ലൽ ഖലീൽ, കുറഞ്ഞ പേർക്ക് ഒഴികെ. അപ്പോൾ ഈ അൽ ഉസൂലു സിത്ത എന്നത് ശരിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ച ഗ്രന്ഥമാകുന്നു അൽ ഖവാഇദുൽ അർബ. അൽ ഖവാഇദുൽ അർബ ശിർക്ക് സംബന്ധമായ 4 നിയമങ്ങളാകുന്നു. ആ നിയമങ്ങളാകട്ടെ ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചതാണ്. അതേപോലെ തന്നെ ഇത് വ്യത്യസ്ത നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 അടിസ്ഥാന കാര്യങ്ങൾ അവ വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഷെയ്ഖിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത നാം പറഞ്ഞു. പൊതുവെ സലഫി പണ്ഡിതന്മാരുടെ അഖീദ ഗ്രന്ഥങ്ങളാകട്ടെ, അല്ലെങ്കിൽ ദഅവയുമായി ബന്ധപ്പെട്ട ഇനി മറ്റു ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ആകട്ടെ, അതിൻ്റെയൊക്കെ പൊതു സ്വഭാവം കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും സഹീഹായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ഗ്രന്ഥങ്ങളാകുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബു തൗഹീദ് ആകട്ടെ, മറ്റു ഗ്രന്ഥങ്ങളൊക്കെ, അതിലൊക്കെ പ്രകടമായി നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. പ്രമാണങ്ങളായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്ത് അങ്ങനെ പോലെയുള്ള അഖീദ സംബന്ധമായ പല വിഷയങ്ങളും വളരെ ലഘുവായിട്ട് പണ്ഡിതോചിതമായി വിവരിച്ച ഗ്രന്ഥമാകുന്നു അൽ വാസിത്തിയ്യ. അതിലൊക്കെ കാര്യമായ എന്താണ്? ഖുർആനിക ആയത്തുകളാണ്, അതേപോലെ തന്നെ സഹീഹായ ഹദീസുകളാണ്. ഷെയ്ഖ് ഇവിടെ പറയുന്നത് എന്താണ്? 6 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാകുന്നു. എന്നാൽ പല പണ്ഡിതന്മാരാണെന്ന് പറയുന്ന, വാദിക്കുന്ന, ശരിയായ അഖീദയിൽ നിന്ന് വ്യതിചലിച്ച പലർക്കും ഈ വിഷയത്തിൽ അജ്ഞതയുണ്ട്, ധാരാളം വീഴ്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ 6 കാര്യങ്ങൾ? അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നമ്മുടെ പൂർവികരായ സലഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 6 അടിസ്ഥാന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നു, വ്യതിയാനങ്ങളില്ലായിരുന്നു. അവരുടെ മൻഹജിനെതിരെ അഖീദ വിഷയങ്ങളാകട്ടെ ദീനുൽ ഇസ്ലാം പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനൊക്കെ തുടങ്ങിയപ്പോഴാണ് വ്യതിയാനങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. അപ്പോൾ തലമുറകളിൽ, നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഖൈറായ നൂറ്റാണ്ട് എന്ന അർത്ഥത്തിൽ ഒരു റിവായത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ലഫ്ദായിട്ട് പ്രയോഗിക്കാറുണ്ട്. അതിൽ സൂക്ഷ്മത തീർച്ചയായിട്ടും സഹീഹായ ഹദീസുകളിൽ വന്ന പദം നാം സ്വീകരിക്കുക എന്നതാണ്. അത് ചില പണ്ഡിതന്മാർ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന രൂപത്തിൽ അതിൻ്റെ മഅന ഉദ്ധരിക്കാറുണ്ട്. അപ്പം അർത്ഥം ശരിയാണെങ്കിൽ മഅന പ്രകാരം റിവായത്ത് ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന തത്വമുണ്ട് ഉസൂൽ ഹദീസിൽ, മനസ്സിലായല്ലോ. പക്ഷെ അതിലും സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ സഹീഹായ ലഫ്ദ് നമുക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ലഫ്ദ് പരിഗണിക്കലാണ് കൂടുതൽ സൂക്ഷ്മമായ രീതി. അപ്പം ഖൈറുൻ നാസി ഖർനി എന്ന സഹീഹായ ഹദീസുകളിൽ വന്ന ലഫ്ദാണ് നാം പരിഗണിക്കേണ്ടത്. മറ്റത് ഷെയ്ഖ് അൽബാനി പോലെയുള്ള പല പണ്ഡിതന്മാരും നിരൂപണം നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നമ്മുടെ പൂർവികരായ സലഫിൻ്റെ പാതയാണ് നാം അവലംബിക്കേണ്ടത് എന്നതിനുള്ള വ്യക്തമായ തെളിവാണിത്. ഇപ്പോൾ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ തലമുറ, നൂറ്റാണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? നബി ഹസൻ്റെ കാലഘട്ടത്തിൽ. പിന്നീട് അപ്പോൾ സഹാബിമാർ, താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ, ഇവരാകുന്നു അസ്ഹാബുൽ ഖുറൂനി അൽ മുഫദ്ദല എന്ന് പറയും. ശ്രേഷ്ഠരായ 3 തലമുറകൾ. അവർക്ക് ശേഷം വരുന്ന മുതഅഖിരീങ്ങളായ പലർക്കും പല വ്യതിയാനങ്ങളും സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ثم يجيء قوم تسبق شهادة أحدهم يمينه ويمينه شهادته എന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന വിഭാഗം, അവരിൽ ഒരുവൻ്റെ ഷഹാദത്താണ് തൻ്റെ ശബദത്തേക്കാൾ മുൻകടക്കുന്നത്. വയമീനുഹു ഷഹാദത്തഹു, അല്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ സാക്ഷ്യം വഹിക്കലിനെ മുൻകടക്കുന്നത് തൻ്റെ ശബദമായിരിക്കും, ഹലിഫായിരിക്കും. അപ്പോൾ സാക്ഷ്യം വഹിക്കുന്ന വിഷയത്തിലും സത്യം ചെയ്യുന്ന വിഷയത്തിലുമൊക്കെ ലാഘവത്തോടെ കാണുന്നൊരു വിഭാഗം, നിസ്സാരവൽക്കരിക്കുന്നൊരു വിഭാഗം വരും. കാരണം ഇത് വളരെ ഗുരുതരമായ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്ന കാര്യങ്ങളാണ് ഷഹാദത്ത്. അതേപോലെ തന്നെ യമീൻ എന്നൊക്കെ പറയുമ്പം വഹ്ഫദു ഐമാനക്കും, നിങ്ങളുടെ ശബദങ്ങൾ, നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അപ്പം പല ആൾക്കാരും നമ്മൾ കേൾക്കുന്നു, സത്യമാണെങ്കിലും സത്യം പറഞ്ഞിട്ടാണെങ്കിൽ കളവാണെങ്കിലും വല്ലാഹി എന്ന് പറഞ്ഞ് യാതൊരു മടിയുമില്ല. അതുമാത്രമല്ല, അതിൽ പലപ്പോഴും കച്ചവട രംഗത്തൊക്കെ വല്ലാഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വഞ്ചനകൾ നടക്കുന്നു. ഇതൊക്കെ വളരെ ഗുരുതരമായ, അപകടകരമായ കാര്യമാകുന്നു. അപ്പോൾ ഇമാം ഇബ്രാഹിം റഹിമഹുല്ലാ ഈ ഹദീസിൻ്റെ പൂർത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. ഖാല ഇബ്രാഹിമു വകാനു യദ്രിബൂനനാ അല അശ്ശഹാദതി വൽ അഹ്ദി വനഹ്നു സിഗാർ. അതായത് ഞങ്ങൾ കുട്ടികളാവുമ്പോൾ ഈ ഉടമ്പടിയുടെ വിഷയത്തിലും അതേപോലെ തന്നെ സത്യം ചെയ്യുന്ന വിഷയത്തിലൊക്കെ നമ്മുടെ പിതാക്കന്മാർ, രക്ഷാധികാർ അടിക്കുമായിരുന്നുവെന്ന്. കാരണം അത് ശീലിച്ച് പിന്നീട് എന്താണ്, അതിൽ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൽ വീഴ്ചകൾ വരാതിരിക്കുവാൻ വേണ്ടി കുട്ടികളാകുമ്പോൾ തന്നെ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു എന്ന് ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ സലഫുകളുടെ വിഷയത്തിൽ ആ കാര്യത്തിലൊക്കെ എന്താണ്, സൂക്ഷ്മതയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്ന തലമുറകൾക്ക് പലർക്കും എന്താണ്, ദീനി വിഷയങ്ങളിൽ അതിന് ഉദാഹരണമാണ് ഷഹാദത്ത്, അതേപോലെ തന്നെ യമീൻ, അതിലൊക്കെ എന്താണ് വീഴ്ചകൾ പിന്നെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല സഹീഹായ ഹദീസുകളിൽ ആദ്യം ഉയർത്തപ്പെടുന്ന കാര്യമെന്താണ്, അമാനത്താകുന്നു, നഷ്ടമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷം. അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, അൽ മുറാദു അന്നഹും ലാ യതവറഊന വയസ്തഹീനൂന ബിഅംരി അശ്ശഹാദതി വൽ യമീൻ. അതായത് സൂക്ഷ്മത പുലർത്താത്ത ഷഹാദത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക, അതേപോലെ തന്നെ യമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സത്യം ചെയ്യുക, അതിലൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ലാഘവത്തോടെ കാണുന്ന ഒരു പ്രവണത പിൽക്കാലങ്ങളിൽ സംഭവിക്കും. ഇബ്രാഹിം പലപ്പോഴും പല നുസൂസുകളിലും പല റിവായത്തുകളിലും ഇബ്രാഹിം എന്ന് നിരുപാധികം വന്നു കഴിഞ്ഞാൽ അൽ ഇമാം ഇബ്രാഹിം ഇബ്നു യസീദ് അൻ-നഖഈ ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ തുല്ലാബുൽ ഇൽമ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പലപ്പോഴും ഒരു പേര് മാത്രമേ പറയൂ. ഇപ്പം ഖാല അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫി ഹാലിൽ ഇത്ലാഖ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു. അതേപോലെ ഖാല ഇബ്രാഹിം എന്നിപ്പം സഹീഹുൽ ബുഖാരിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഇബ്രാഹിമാണെന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇബ്രാഹിമു അൻ-നഖഈ. അപ്പോൾ അതൊക്കെ ശരിക്ക് പണ്ഡിതന്മാർക്കിടയിൽ ധാരണയുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ ഇനി മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിലേക്ക് പോയി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ മറ്റു വ്യത്യസ്ത ഇൽമിൻ്റെ ശാഖകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പണ്ഡിതന്മാർക്കും അവരുടേതായ ഇസ്തിലാഹുണ്ട്. ഇപ്പം ഹനാബിലത്തിൻ്റെ കിതാബുകളിൽ ഉദാഹരണമായിട്ട് അൽ ഖാദി എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, അൽ ഖാദി അബൂ യഅല. അപ്പോൾ ഷാഫിഈ മദ്ഹബിലെ കിതാബുകളിൽ അൽ ഖാദി എന്ന് പറഞ്ഞാൽ അൽ ഖാദി ഹുസൈൻ, അറിയപ്പെട്ട ഷാഫിഈ പണ്ഡിതനാണ്. ഇപ്പോൾ സാന്ദർഭികമായി ഇത് ഉണർത്തിയെന്ന് മാത്രം.
അപ്പോൾ സഹോദരന്മാർ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല വ്യക്തികളും, അതായത് സലഫി അഖീദയ്ക്ക് വിരുദ്ധരായ, മൻഹജിനെതിരായ വിഭാഗക്കാർ വാദിക്കുന്നതാണ് നമ്മളെപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണെന്ന്. അതായത് ഞങ്ങൾ അശ്ശരി അഖീദക്കാരാകട്ടെ, സൂഫികളാകട്ടെ, ഞങ്ങളാണ് ഈ ഉമ്മത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷവും, അപ്പോൾ ഞങ്ങളാണ് ജമാഅത്ത് എന്ന് വാദിക്കുന്നു. യഥാർത്ഥത്തിൽ ജമാഅത്തിൻ്റെ മാനദണ്ഡം അതാണോ? അതായത് എണ്ണത്തിൻ്റെയും വണ്ണത്തിൻ്റെയും കണക്കാണോ? അങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാൽ സഹീഹായ റിവായത്തുകളിൽ, ആസാറുകളിൽ വന്നിട്ടുണ്ട്. അതായത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ് വ ഇൻ കുൻത വഹ്ദക്, നീ ഒറ്റക്കാണെങ്കിലും ഹക്കിനോട് യോജിച്ച നിലപാടെന്താണോ അതാകുന്നു ജമാഅത്ത്. ഷാഫിഈ മദ്ഹബ് പ്രസിദ്ധനായ പണ്ഡിതൻ അൽ ഇമാം അബൂ ശാമത്ത് അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹൈസു ജാ അൽ അംറു ബിലുസൂമിൽ ജമാഅ, എവിടെയെല്ലാം നുസൂസുകളിൽ, അതായത് പ്രമാണങ്ങളിൽ ജമാഅത്ത് അവലംബിക്കണം, ജമാഅത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന കൽപ്പന വന്നിട്ടുണ്ടോ, അതിനുദ്ദേശം എന്താണ്? ഫൽ മുറാദു ബിഹി, അതിൻ്റെ ഉദ്ദേശം ലുസൂമുൽ ഹഖ് വത്തിബാഉഹു, അതായത് ഹക്കിൻ്റെ കൂടെ നിൽക്കുക, ഹക്കിനെ അവലംബിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. വഇൻ കാനൽ മുതമസ്സികു ബിൽ ഹഖ് ഖലീലൻ, ഹക്ക് മുറുകെ പിടിക്കുന്ന ആൾക്കാർ എത്ര കുറഞ്ഞാലും ശരി, വൽ മുഖാലിഫു കസീറൻ, ഹക്കിനെതിരായവർ എത്ര കൂടുതലാണെങ്കിലും ശരി, ലിഅന്നൽ ഹഖ് അല്ലദീ കാനത് അലൈഹി അൽ ജമാഅത്തുൽ ഊല മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞാൽ, ഹക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജമാഅത്ത് അതാണ്. ഇപ്പം പല റിവായത്തുകളിലും കാണാൻ സാധിക്കും. അതായത് ആരാണ് നരകത്തിൽ നിന്ന് വിമോചിതരായ രക്ഷപ്പെട്ട വിഭാഗം? അൽ ജമാഅയാണെന്ന്. അപ്പോൾ അൽ ജമാഅ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും ഉൾക്കൊണ്ട ആ ഒരു അഖീദ, ആ ഒരു മൻഹജ്, അതാകുന്നു അൽ ജമാഅ, അതാകുന്നു ഹക്ക്. അപ്പം ജമാഅത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഹദീസുകളിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇപ്പോൾ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അബൂ ശാമത്ത് അൽ മഖ്ദിസി. അദ്ദേഹത്തിൻ്റെ ബിദ്അത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ദാഇമാരൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട വളരെ ഫവായിദുള്ള ഗ്രന്ഥമാണ് അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥം. വലാ നദറ ഇലാ കസ്റതി അഹ്ലിൽ ബാത്തിൽ ബഅദഹും, അവർക്ക് ശേഷം, അതായത് നമ്മുടെ സലഫിൻ്റെ കാലഘട്ടത്തിന് ശേഷം ആൾക്കാർ എത്ര പേരാണെങ്കിലും, എത്ര എണ്ണമാണെങ്കിലും അതിലേക്ക് നോക്കേണ്ടതില്ല. കാരണം എന്താണ്? അത് ബാത്തിലാണെങ്കിൽ അവർക്ക് എണ്ണത്തിൻ്റെ കണക്കും പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് അബൂ ശാമത്ത് അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഷെയ്ഖ് ആരംഭിച്ചപ്പോൾ പറഞ്ഞു, അതായത് വ അക്ബരിൽ ആയാതി ദാലത്തി അലാ ഖുദ്റത്തിൽ മലിക്കിൽ ഗല്ലാബ്, ഗല്ലാബായ രാജാവായ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു ഈ 6 അടിസ്ഥാന കാര്യങ്ങൾ. ഈ അൽ ഗല്ലാബ് എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ വിശേഷണങ്ങളിൽപ്പെട്ടതാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതായത് ഇമാം ഹാക്കിം അൽ മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരു റിവായത്തിൽ അബൂ സുഫിയാൻ മുശ്രിക്കായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്ഷേപിച്ചു. കാന യഹ്ജു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഈ കവിത പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ആക്ഷേപിക്കുന്നതിനാണ് ഹിജാ, യഹ്ജു എന്നൊക്കെ പറയാം. അപ്പോൾ ഈ യഹ്ജു എന്ന് പിന്നെ അബൂ സുഫിയാൻ മുശ്രിക്ക സമയത്ത് ആക്ഷേപിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ അറബികളുടെ ശൈലിയായിരുന്നു, കവിത ചൊല്ലി വല്ലവനും ആക്ഷേപിച്ചാൽ അങ്ങോട്ട് തിരിച്ച് കവിത കൊണ്ട് തന്നെ തിരിച്ച് ആക്ഷേപിക്കുക. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തിരിച്ച് മറുപടി കൊടുത്തു. ഖുറൈശികൾക്ക്, മുശ്രിക്കുകളായ ഖുറൈശികൾക്ക് മറുപടി കൊടുത്തു. അങ്ങനെ മറുപടി കൊടുത്ത നബിയോട് സമ്മതം ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചാടി എഴുന്നേറ്റ് സമ്മതം ചോദിക്കുന്നു. മറുപടിയിൽ പറഞ്ഞ ബെയ്ത്താകുന്നു. എന്താണ് ബെയ്ത്ത്? ഹമ്മത് സഖീനതു അൻ തുഗാലിബ റബ്ബഹ ഫലയുഗ്ലബന്ന മുഗാലിബുൽ ഗല്ലാബി. ഹമ്മത് സഖീനതു അൻ തുഗാലിബ റബ്ബഹ. സഖീന എന്ന് പറഞ്ഞാൽ ഖുറൈശിൻ്റെ വേറൊരു പേരാണ് സഖീന. അപ്പം ഖുറൈശ് എന്ന ഗോത്രക്കാർ അവരുടെ നാഥനായ റബ്ബിനെ പരാജയപ്പെടുത്താൻ
മുന്നേറിയെങ്കിലും ഫല യുഗ്ലബന്ന മുഗാലിബുൽ ഗല്ലാബി, അതായത് അജയ്യനായ എല്ലാത്തിനെയും പരാജയപ്പെടുത്തുന്ന, ജയിച്ചടക്കുന്ന, റബ്ബിനെതിരെ തുനിയുന്ന ആരാണോ അവൻ തീർച്ചയായിട്ടും പരാജയപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഫല യുഗ്ലബന്ന മുഗാലിബുൽ ഗല്ലാബി. അപ്പോൾ ഇത് നബി വസല്ലം ഇത് കേട്ടപ്പോൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നബി വസല്ലം പറഞ്ഞു, അമാ വല്ലാഹ് ഇന്നല്ലാഹ ലം യൻസ ദാലിക ലക്, അതായത് അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ അഹ്ലുൽ ബിദ്അ മഹാന്മാരെ അമിതമായി പുകഴ്ത്തുന്നു. നബി വസല്ലമിൻ്റെ പേരിൽ കുറേ മാല മൗലൂദുകൾ ഉണ്ടാക്കുന്നു. അതേപോലെ മഹാന്മാരെ സംബന്ധിച്ച് അതിലൊക്കെ പലപ്പോഴും ഗുലുവിൻ്റെ ബൈത്തുകളുണ്ടാവും. പലപ്പോഴും അള്ളാഹുവിൻ്റെ പല സവിശേഷതകളും കൊടുത്തുകൊണ്ട് ശിർക്കിലേക്ക് എത്തുന്ന പല വരികളും ഉണ്ടാവും. നമുക്കറിയാമല്ലോ മാല മൗലൂദുകളിൽ. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെ മദ്ഹ് ചെയ്യലാണ്, സനാ ചെയ്യലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അടക്കം എന്താണ് അള്ളാഹുവിനുള്ള സ്തുതി കീർത്തനങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത്, ഹംദും സനാ ഒക്കെ ചൊല്ലിക്കൊണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട സിഫാത്തുകളിൽപ്പെട്ട സിഫാത്തുകളും ഇസ്മുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ രൂപത്തിൽ അള്ളാഹുവിനെ മദ്ഹ് ചെയ്യുന്ന വിഷയത്തിൽ എത്രത്തോളം ഈ ഖുറാഫാത്തിൻ്റെയും അതേപോലെ തന്നെ ഗുലുവിൻ്റെയും ഒക്കെ ബൈത്തുകൾ നിർമ്മിക്കുന്നവർ ചെയ്യുന്നുണ്ട്, വളരെ കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതി നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അതായത് അള്ളാഹു ആണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബൈത്ത് ചൊല്ലിയത് ഒരിക്കലും അള്ളാഹു മറക്കുന്നില്ല, അള്ളാഹു വിട്ടുകളയുന്നില്ല. അതിന് പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശരിക്കൊരു തഖ്രീറായിട്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇമാം ഹാക്കിം ഇത് സഹീഹാണെന്ന് പറഞ്ഞു, ഇമാം ദഹബിയും തഅലീഖിൽ സഹീഹാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പല ബുദ്ധിമാന്മാരായ ആൾക്കാർക്ക് അബദ്ധം സംഭവിച്ച 6 കാര്യങ്ങൾ. ഒന്നാമത്തെ അസ്ലാകുന്നു അൽ അസ്ലുൽ അവൽ ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഒന്നാമത്തെ അസ്ൽ എന്താണ്? തൗഹീദാണ്. ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ദീന് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. ലാ ശരീക ലഹ്, അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ലാതെ. വബയാനു ദിദ്ദിഹി അല്ലദീ ഹുവ അശ്ശിർക്കു ബില്ലാഹ്, ഈ ഇഖ്ലാസിന് വിരുദ്ധമായ കാര്യമാകുന്നു ഷിർക്ക്, അത് വിവരിക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന വിപരീതമായ കാര്യം. വകൗനു അക്സറിൽ ഖുർആനി ഫീ ബയാനി ഹാദൽ അസ്ൽ മിൻ വുജൂഹിൻ ശത്താ ബികലാമിൻ യഫ്ഹമുഹു അബ്ലദുൽ ആമ്മ, അതായത് സാധാരണക്കായ ആൾക്കാരിൽ മണ്ടന്മാർക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിൽ അത്രക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ കാര്യമാകുന്നു തൗഹീദും ഷിർക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ബഹുഭൂരിഭാഗവും ഈ പ്രധാനപ്പെട്ട അസ്ൽ വിവരിക്കുന്ന വിഷയത്തിലാണ് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഖുൽ ഹുവ അല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3. അപ്പോൾ ഖുർആനിൻ്റെ 1/3 ആകാനുള്ള കാരണം എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഖുർആനിൻ്റെ 1/3 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗഹീദ്. അപ്പോൾ തൗഹീദിനെ പ്രതിനിധാനം ചെയ്യുന്ന അധ്യായമാകുന്നു സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ടാണ് അത്രേ സൂറത്തുൽ ഇഖ്ലാസ് 3 കാരണം. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിധിവിലക്കുകൾ, അതേപോലെ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെയും പ്രവാചകന്മാരുടെയും കഥകൾ. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിഷയമാകുന്നു തൗഹീദ്. ثم لما صار على أكثر الأمة ما صار, ഉമ്മത്തിന് സംഭവിച്ച, അതായത് അധികം ഉമ്മത്തിനും സംഭവിച്ച പല കാര്യങ്ങളും സംഭവിച്ചതിന് ശേഷം അദ്ഹറ ലഹുമു ശൈത്താനുൽ ഇഖ്ലാസ ഫീ സൂറത്തി തനഖുസി സ്സാലിഹീൻ വത്തഖ്സീരി ഫീ ഹുഖൂഖിഹിം, അതായത് ശൈത്താന് ഇഖ്ലാസ്, തൗഹീദായ ഇഖ്ലാസ് സാലിഹീങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിൽ ചിത്രീകരിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഏറ്റവും ആദ്യം ഒരു മുസ്ലിം സംബന്ധിച്ചോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം എന്താണ്? തൗഹീദാണ്. അപ്പോൾ ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ കാണിച്ചു കൊടുത്തു, സാലിഹീങ്ങളെ, ഔലിയാക്കളെ, മഹാന്മാരെ ഇകഴ്ത്തുക എന്ന രൂപത്തിൽ ചിത്രീകരിച്ചു കൊടുത്തു.
അതിന് നേരെ വിപരീതമായ ഷിർക്കാകട്ടെ വഅദ്ഹറ ലഹുമു ശിർക ബില്ലാഹി, അതിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അദ്ഹറ ലഹുമു ശൈത്താനുൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ ഏത് രൂപത്തിൽ ചിത്രീകരിച്ചു കൊടുത്തു? ഫീ സൂറത്തി തനഖുസി സാലിഹീൻ, സാലിഹീങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിൽ ചിത്രീകരിച്ചു കൊടുത്തു. വത്തഖ്സീരി ഫീ ഹുഖൂഖിഹിം, അവിടെ അവകാശങ്ങളിൽ വീഴ്ച വരുത്തുന്ന രൂപത്തിൽ ചിത്രീകരിച്ചു കൊടുത്തു. വഅദ്ഹറ ലഹുമു ശിർക ബില്ലാഹി ഫീ സൂറത്തി മഹബ്ബത്തി സാലിഹീൻ, സാലിഹീങ്ങളെ സ്നേഹിക്കുക എന്ന രൂപത്തിൽ ഷിർക്കിനെ ചിത്രീകരിച്ചു കൊടുത്തു. വഅത്ബാഇഹിം, സാലിഹീങ്ങളെയും സാലിഹീങ്ങളെ അനുയായികളെയും സ്നേഹിക്കുക എന്ന രൂപത്തിൽ ചിത്രീകരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പിശാചിൻ്റെ ശൈത്താൻ്റെ കെണിയിൽ എത്രയോ ഈ ഉമ്മത്തിൽ പെട്ട എത്രയോ ആൾക്കാർ ആ കെണിയിൽ അകപ്പെട്ടു എന്നാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാകുന്ന സഹോദരന്മാരെ, തൗഹീദാണ്, ഇഖ്ലാസാണ് ഒന്നാമത്തെ അസ്ല്. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാ. ഇപ്പോൾ വമാ ഉമിറു എന്ന് പറയുന്ന അർത്ഥം അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതായത് ദീന് അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമായി സമർപ്പിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ദീന് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താണ് മുഖ്ലിസീൻ ലഹുദ്ദീൻ? പലപ്പോഴും ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടൊരു പ്രയോഗമാണ് അല്ലേ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ദീൻ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ഇവിടെ അർത്ഥം ഇബാദത്താകുന്നു. അപ്പോൾ ദീന് അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കതയോട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി സമർപ്പിക്കുക എന്ന് പറയുമ്പം അള്ളാഹുവിന് ഇബാദത്ത് സമർപ്പിക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. തഫ്സീർ പണ്ഡിതന്മാരുടെ തഫ്സീറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇമാം തബരിയുടെ തഫ്സീറിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. അതായത് മുഖ്ലിസീൻ ലഹുദ്ദീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ എന്ന ആശയം മഹാനായ ഇമാം തബരി പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ ബഹുഭൂരിഭാഗവും തൗഹീദാണെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അതിൻ്റെ രഹസ്യം മനസ്സിലായിട്ടില്ല. എന്നാൽ നമ്മുടെ അഹ്ലുസുന്ന പണ്ഡിതന്മാർ വിവരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ ഏത് വിഷയം ചർച്ച ചെയ്യാലോ ഇതിലൊക്കെ എന്തുണ്ട്? തൗഹീദുണ്ട് എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകളാകട്ടെ, മുമ്പുള്ള സമുദായങ്ങളുടെ കഥകളാകട്ടെ, എല്ലാത്തിൻ്റെയും അന്തസത്ത അല്ലെങ്കിൽ അടിസ്ഥാന മർമ്മപ്രധാനമായ വിഷയം തൗഹീദായിരിക്കും. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം ശേഷം വന്ന സലഫി ഉലമാക്കൾ, ഇമാം ഇബ്നു അബിൽ ഇസ്ൽ ഹനഫി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഒരു കാര്യം പണ്ഡിതോചിതമായി ലഘുവായി വിശദീകരിക്കുന്നുണ്ട്. അതിന് പ്രസക്തമായ ഒരു ഭാഗമാണ് ഇവിടെ നാം വിവരിക്കുന്നത്. മഹാനായ ഇമാം ഇബ്നു അബിൽ ഇസ്ൽ ഹനഫി, അതായത് ഇമാം തഹാവിയുടെ അൽ അഖീദ തഹാവിയയുടെ വിഖ്യാതമായ ഷർഹാണ് ഷർഹു അൽ അഖീദ തഹാവിയ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഷർഹ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങളുടെയും മഹാനായ ഇബ്നുൽ ഖയ്യിമിൻ്റെ ഗ്രന്ഥങ്ങളുടെയും ഒക്കെ സംക്ഷിപ്തമായ ഖുലാസയാണ്. പക്ഷേ എവിടെയും ഇബ്നു തൈമിൻ്റെ പേരോ ഇബ്നുൽ ഖയ്യിമിൻ്റെ പേരോ കാണില്ല. കാരണം എന്താണ്? അതൊരു സൂക്ഷ്മത. ആ കാലഘട്ടത്തിൽ ഇബ്നു തൈമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വഹാബിനെ ചിത്രീകരിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെ ഒറ്റപ്പെടുത്തും. അതിൻ്റെ പേരിൽ ഇദ്ദേഹം പല പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? വഗാലിബു സുവരിൽ ഖുർആനി മുതദമ്മിനത്തുൻ ലിനൗഇയ തൗഹീദ്. അതായത് തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൻ ഉലൂഹിയ്യത്തും വിശുദ്ധ ഖുർആനിലെ മിക്ക സൂറകളും ഉൾക്കൊള്ളുന്ന വിഷയമാണ് തൗഹീദിൻ്റെ രണ്ട് വശങ്ങൾ. ബൽ കുല്ലു സൂറത്തിൻ ഫിൽ ഖുർആൻ, മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഏതൊരു അധ്യായമാകട്ടെ, ഫഇന്നൽ ഖുർആന ഇമ്മാ ഖബറുൻ അനില്ലാഹി വഅസ്മാഇഹി വസിഫാതിഹി, ഒന്നുകിൽ വിശുദ്ധ ഖുർആനിൽ എന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട സൂക്തങ്ങൾ, ആയത്തുകൾ, അല്ലെങ്കിൽ എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന ആയത്തുകൾ. ഒന്നിലെന്താണ്? അസ്മാ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക,
തൗഹീദ് ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കുന്ന ആയത്തുകൾ, അല്ലെങ്കിൽ എന്താണ് വിധിവിലക്കുകളാണ്. ഈ വിധിവിലക്കുകളാകട്ടെ ഇബ്നുൽ ഖയ്യിമൊക്കെ വിശദീകരിക്കുന്ന എന്താണ്, തൗഹീദിനെ പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാകുന്നു. അപ്പോൾ അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ റബ്ബിൻ്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണം. അപ്പോൾ തൗഹീദിൻ്റെ മുക്കമ്മിലാത്താണ് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. അതേപോലെ ഇബ്നു അബിൽ അസീസ് ഹനഫിയും ഫദാലിക മിൻ ഹുഖൂഖി തൗഹീദി വമുക്കമ്മിലാത്തിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്ക് തൗഹീദിൻ്റെ പരിപൂർണതയാണ്. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്തായിരിക്കും, വഇമ്മാ ഖബറുൻ അൻ ഇക്റാമിഹി ലി അഹ്ലി തൗഹീദ്, തൗഹീദ് ഉൾക്കൊണ്ട് മുവഹിദുകളായവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സൗഭാഗ്യം, സ്വർഗം, അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, അതേപോലെ തന്നെ ഷിർക്കിൻ്റെ അഹ്ലുകാരായ അള്ളാഹു ധിക്കരിച്ച് നടക്കുന്ന സത്യനിഷേധികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച നരകശിക്ഷ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച അദാബിനെ സംബന്ധിച്ചുള്ള ആയത്തുകളായിരിക്കും. അപ്പോൾ എന്താണ്, ഇപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് അതൊക്കെ. നാം സൂക്ഷ്മതയോടെ കണ്ടു കഴിഞ്ഞാൽ, കാരണം തൗഹീദിൻ്റെ അഹ്ലുകാർക്ക് അള്ളാഹു നൽകിയ സുഖവും സ്വർഗവും പ്രതിഫലവും നേരെ വിപരീതമായ അഹ്ലു ശിർക്ക് അള്ളാഹു കുഫാറുകൾക്ക് നൽകിയ ശിക്ഷയും അതേപോലെ തന്നെ അവർക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഒക്കെയാണ് വിശുദ്ധ ഖുർആനിൽ. അങ്ങനെ ഇബ്നുൽ ഖയ്യിമും ഇബ്നു അബിൽ അസീസ് ഹനഫിയും ഒക്കെ അത് ശരിക്കും കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെ അറിയോ, ഫൽ ഖുർആനു കുല്ലുഹു, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മൊത്തം ഫി തൗഹീദി വ ഹുഖൂഖിഹി വ ജസാഇഹി, അതായത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മൊത്തം പൂർണ്ണമായും തൗഹീദ് സംബന്ധമായ തൗഹീദിൻ്റെ, അതായത് ശരിയായ യഥാർത്ഥമായും തൗഹീദിൻ്റെ വചനങ്ങൾ, തൗഹീദ് സംബന്ധമായ സൂക്തങ്ങൾ, അല്ലെങ്കിൽ വ ഹുഖൂഖിഹി തൗഹീദിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ വിധിവിലക്കനുസരിച്ച് ജീവിക്കുന്ന തൗഹീദിൻ്റെ അവകാശങ്ങളാണ്. നാം തൗഹീദ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഹുഖൂഖുകളിൽപ്പെട്ടതാണ് എന്താണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കുന്നത്. അല്ലെങ്കിൽ വജസാഇഹി എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്താകുന്നു. അപ്പം ഖുർആന് എല്ലാ നിലക്കും എന്താണ്, തൗഹീദ് മാത്രമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പണ്ഡിതോചിതമായി വിശദീകരിക്കുന്നു. മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബിൽ അസീസ് ഹനഫിയുടെ ശർഹുൽ അഖീദ തഹാവിയിലും നമുക്ക് അത് കാണാൻ സാധിക്കും. സഹോദരന്മാർ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ വിശുദ്ധ തൗഹീദാകുന്നു പിൽക്കാലങ്ങളിൽ ഈ തരീഖത്തിൻ്റെ ആൾക്കാരും പിഴച്ചുപോയ തസവുഫിൽ കുടുങ്ങിയ ആൾക്കാരുമൊക്കെ ഈ വിശുദ്ധ തൗഹീദ് സാലിഹീങ്ങളെയും മഹാന്മാരെയും ചെറുതാക്കി കാണിക്കുക, അല്ലെങ്കിൽ അവരെ കൊച്ചാക്കുക, ഇകഴ്ത്തുക എന്ന രൂപത്തിൽ ചിത്രീകരിച്ചു കൊടുത്തു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം, പല പണ്ഡിതന്മാരും അഥവാ സലഫി അഖീദ ഉൾക്കൊള്ളാത്ത, അതിനെതിരായി പോരാടുന്ന പല പണ്ഡിതന്മാരും ഇബ്നു തൈമിയ്യ നിലക്ക് വിധിച്ചു, അദ്ദേഹത്തെ തടവിലാക്കി. മഹാന്മാരെ ആക്ഷേപിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ്യ എന്ന് വാദിച്ചു. ഇപ്പോൾ ഇബ്നു ജമാഅയും ഇബ്നു തൈമിയ്യയും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു, അപ്പോൾ തവസ്സുൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇബ്നു ജമാഅ എന്താ പറഞ്ഞത്, അതായത് റസൂലുള്ളാഹിനോടുള്ള അദബുകേടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. തവസ്സുൽ അല്ലെങ്കിൽ ഇസ്തിഗാസ എതിർക്കുന്നത് റസൂലുള്ളാഹിയുടെ അദബുകേടാണെന്ന്. അതേപോലെ നോക്കൂ നിങ്ങൾ, പലപ്പോഴും ഖുറാഫാത്തിൻ്റെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു ഭാഗമാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്ര ഗ്രന്ഥമാണ് അദ്ദുററുൽ കാമിന ഫി അഅയാനിൽ മിഅത്തി സാമിന. അപ്പോൾ അതിൽ ഒരു ഭാഗമുണ്ട്, അതായത് ഇബ്നു തൈമിയ്യയെ വമിൻഹും മൻ യൻസിബുഹു ഇല സന്ദഖ, സന്ദഖയിലേക്ക് ചേർത്ത് പറയുന്ന ആൾക്കാരുണ്ട്. എന്താ അതിൻ്റെ കാരണം? ലിഖൗലിഹി, അദ്ദേഹം ഇങ്ങനെ വാദിച്ചല്ലോ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തഗാസു ബിഹി, നബി ഒരിക്കലും നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇബ്നു തൈമിയ്യ പറഞ്ഞു. വഅന്ന ഫീ ദാലിക തൻഖീസൻ വമൻഅൻ മിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നബിയെ ഇകഴ്ത്തലും നബിയോടുള്ള അനാദരവുമുണ്ട് എന്ന് രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ഈ യഥാർത്ഥ ഇബ്നു ഹജറിൻ്റെ ഉദ്ധരണിയല്ല, ഇബ്നു ഹജർ പറഞ്ഞതല്ല, ഇബ്നു ഹജറിന് അങ്ങനെ അഭിപ്രായവുമില്ല. എന്നാൽ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ
നമുക്ക് കൊള്ളാവുന്നതും തള്ളാവുന്നതും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു ചരിത്രം എഴുതുമ്പോൾ അനുകൂലിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞതും ഉണ്ടാവും, എതിരാളികളുടെ അഭിപ്രായങ്ങളും ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇബ്നു ഹജർ ആ നിലക്കാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇബ്നു തൈമിയെ ആക്ഷേപിക്കുന്ന ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ടുവന്നു. അതിനുശേഷം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഉസ്താദുമാരായ ഇബ്നു സയ്യിദ് നാസ് പോലെയുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വിവരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇബ്നു തൈമിയ അങ്ങേയറ്റം പുകഴ്ത്തുകയും അദ്ദേഹം വലിയ മഹാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദരവിൻ്റെ ഇക്രാമിൻ്റെ പല ഇബാറത്തുകളും കാണാൻ സാധിക്കും. അത് മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം മാത്രം ഉദ്ധരിക്കും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തൂഫി എന്ന ഒരു പണ്ഡിതൻ്റെ ഉദ്ധരണിയായിട്ട് ഇബ്നു ഹജർ കൊടുക്കുന്നത് ഇബ്നു ഹജറിൻ്റെ ഇബാറത്തെ അല്ല. അത് നമ്മൾ ദാഇമാർക്കൊക്കെ ആ രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പിന്നെ മാത്രമല്ല തൂഫിയിൽ നിന്ന് ഇബ്നു തൈമിയ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ തൂഫി അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മളെ തുല്ലാബിലും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നജ്മുദ്ദീൻ അത്തൂഫി റഹിമഹുല്ല, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്തസറുർ റൗദ ഉസൂൽ ഫിഖിലൊക്കെ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. എന്നാൽ ഈ നജ്മുദ്ദീൻ തൂഫിയിൽ നിന്നല്ല ഇബ്നു തൈമിയ അറബി പഠിച്ചത്. അത് മറിച്ച് ഇബ്നു അബ്ദുൽ ഖവി ഇബ്നു ബദ്റാൻ അൽ മർദാവി എന്ന പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അറബി ഭാഷ പഠിച്ചത് എന്ന വിഷയത്തിൽ നമുക്ക് പിന്നെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇബ്നു റജബുൽ ഹംബലിക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇസ്തിഗാസ, ശിർക്കിയായ ഈ ഇസ്തിഗാസ എതിർക്കുന്നത് എന്താണ്? നബിയോടുള്ള അനാദരവാണ്, ബഹുമാനക്കുറവാണ്, നബിയെ ഇകഴ്ത്തലാണ് എന്ന രൂപത്തിൽ ശൈത്താന് ചിത്രീകരിച്ചു കൊടുത്തു. അപ്പോൾ ഈ വലയിൽ എത്രയോ ആൾക്കാർ അകപ്പെട്ടു. അപ്പോൾ ഇവിടെ ഷെയ്ഖ് പറഞ്ഞു വരുന്നതാണ് ഇത്രയും വ്യക്തമായ ഒരു കാര്യം. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് സമർപ്പിക്കണം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയ വിഷയമാണിത്. വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇത്രയും വ്യക്തമായ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇത്രയും ബുദ്ധിശാലികളായ ഈ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആൾക്കാർ അകപ്പെട്ടതെന്ന് ഷെയ്ഖ് അതിശയപ്പെടുകയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നാം മനസ്സിലാക്കണം. അതായത് ശൈത്താൻ്റെ ആ ഒരു തെൽബീസ്, വസ്വാസിയെ എത്രത്തോളം അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. കാരണം എന്താണ്? ശൈത്താൻ എന്ന് പറഞ്ഞാൽ ധാരാളം ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ശ്രദ്ധ കൊടുക്കുന്ന വിഷയം എന്താണ്? ശൈത്താൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? ഷിർക്കിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്? വിദഅത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ശൈത്താനെ ഷിർക്കിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ഷിർക്ക് അനാചാരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് സഹോദരന്മാരെ ഒന്നാമത്തെ അസ്ല് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസുദ്ദീനിലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉടനീളം വളരെ വ്യക്തമായി വിശദീകരിച്ച കാര്യമാകുന്നു അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക. അതേപോലെ അതിന് വിപരീതമായ ഷിർക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം താക്കീത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാകുന്നു ഒന്നാമത്തെ അസ്ല്. രണ്ടാമത്തെ അസ്ല് അമർ അല്ലാഹു ബിൽ ഇജ്തിമാഇ ഫിദ്ദീനി വനഹാ അനി തഫർറുഖി ഫീഹി ഫബയ്യന അല്ലാഹു ഹാദാ ബയാനൻ ഷാഫിയൻ തഫഹമുഹു അൽഅവാം. അമർ അല്ലാഹു ബിൽ ഇജ്തിമാഇ ഫിദ്ദീൻ വനഹാ അനി തഫർറുഖി ഫീഹി. ദീനിൻ്റെ കാര്യത്തിൽ ഒരുമിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ദീനിൻ്റെ വിഷയത്തിൽ ഭിന്നിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. ഫബയ്യന അല്ലാഹു ഹാദാ ബയാനൻ ഷാഫിയൻ തഫഹമുൽ അവാം. അതായത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. വനഹാന അൻ നകൂന കല്ലദീന തഫറഖു വഖ്തലഫു ഖബ്ലനാ ഫഹലകു. അതായത് ദീനിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മുമ്പ് ഭിന്നിക്കുകയും അങ്ങനെ ഭിന്നിച്ച് നശിച്ചു പോയ വിഭാഗക്കാരെ സംബന്ധിച്ച് ആകാൻ പാടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുണ്ട്. വനഹാന, നമ്മെ വിലക്കിയിട്ടുണ്ട്. അൻ നകൂന കല്ലദീന തഫറഖു. എന്താണ്? അതായത് ഭിന്നിച്ച് കക്ഷികളായി മാറിയ വിഭാഗക്കാരെ പോലെ, വേദക്കാരെ പോലെ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫഹലകു, അവർ നശിച്ചുപോയി. വദകറ അന്നഹു അമറ അൽ മുസ്ലിമീന ബിൽ ഇജ്തിമാഇ ഫിദ്ദീൻ വനഹാഹും അനി തഫർറുഖി ഫീഹി. അപ്പോൾ മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ബിൽ ഇജ്തിമാഇ ഫിദ്ദീൻ, ദീൻ്റെ കാര്യത്തിൽ ഒരുമിക്കുവാനും ദീൻ്റെ വിഷയത്തിൽ ഭിന്നിക്കാതിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു കൽപ്പിച്ചിട്ടുണ്ട്. വയസീദുഹു വുദൂഹൻ മാ വറദത് ബിഹി സുന്നത്തു മിനൽ അജബിൽ ഉജാബി ഫീ ദാലിക്. അതേപോലെ തന്നെ സുന്നത്തിലും
അത്ഭുതകരമായ രൂപത്തിൽ കൂടുതൽ വിവരണം വന്നിട്ടുണ്ട്. ثم صار الأمر إلى أن الافتراق في أصول الدين وفروعه هو العلم والفقه في الدين. പിന്നെ പിൽക്കാലങ്ങളിൽ ഈ കൽപ്പനയ്ക്ക് വിപരീതമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കാര്യത്തിൽ ഒരുമിക്കാനാണ് പറഞ്ഞത്. എന്നാൽ പിൽക്കാലം എന്ത് സംഭവിച്ചു? അതായത് ദീനിന്റെ മൗലിക വിഷയങ്ങളിലാകട്ടെ ശാഖാപരമായ വിഷയങ്ങളിലാകട്ടെ ഭിന്നിപ്പായി ഇൽമ്, ഭിന്നിപ്പായി ഫിഖ്. അപ്പം വിജ്ഞാനം ഇൽമ് എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പായി മാറി. വസാറ ഇജ്തിമാഉ ഫിദ്ദീനി ലാ യഖൂലു ല സിൻദീഖുൻ ഔ മജ്നൂൻ. അതായത് ദീനിന്റെ കാര്യത്തിൽ ഒരുമിക്കുക, ഏകോപിക്കുക എന്ന ഈ സംഗതി എന്തായി മാറി? അതായത് ഭ്രാന്തന്മാരുടെ അല്ലെങ്കിൽ സിന്ദീഖീങ്ങളുടെ അഭിപ്രായം മാറി എന്നാണ് ഇവിടെ ഖേദകരം എന്ന നിലക്ക് ശൈഖ് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ദീനിന്റെ കാര്യത്തിൽ ഒന്നിക്കാൻ, ഒരുമിക്കുവാനും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുവാനും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എത്തിയതിനു ശേഷവും പരസ്പരം ഭിന്നിക്കുകയും കക്ഷികളായി മാറുകയും ചെയ്തവരെപ്പോൾ നിങ്ങൾ ആകരുത് കേട്ടോ. ഇത് ഖുർആനിലെ വിലക്കാണ്, മുന്നറിയിപ്പാണ്. അതേപോലെ തന്നെ പല ആയത്തുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പം എന്തതിൻ്റെ അർത്ഥം? ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, വലാ തകൂനു യാ മഅ്ശറൽ ലദീന ആമനു, ഓ സത്യവിശ്വാസികൾ നിങ്ങൾ ആയിപ്പോകരുത്, കല്ലദീന തഫറഖു മിൻ അഹ്ലിൽ കിതാബി വഖ്തലഫു ഫീ ദീനില്ലാഹി വഅംരിഹി വനഹ്യിഹി മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാതു മിൻ ഹുജജില്ലാഹ്. അപ്പോൾ അള്ളാഹുവിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എത്തിയതിനു ശേഷവും ബോധ്യപ്പെട്ടതിന് ശേഷവും ദീനിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവരായ വേദക്കാരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ദീനിന്റെ വല്ല വിഷയത്തിനും തർക്കിച്ചാൽ, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി കഴിഞ്ഞാൽ എന്താ നിർദ്ദേശം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നാണ്. അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കുക. ഇത് നാം ഈ കഴിഞ്ഞ ദൗറയിൽ പറഞ്ഞിരുന്നു. അതായത് ഇസ്തിഗാസ ചോദിക്കുക എന്നാണല്ലോ അർത്ഥം വെക്കേണ്ടത്. അവർ അള്ളാഹുലേക്ക് റസൂലിലേക്ക് പോവുക, റസൂലിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ റസൂലിന് ഖബറിലേക്ക് പോകണമെന്നാണ് പലപ്പോഴും ദുർവ്യാഖ്യാനിക്കാറുള്ളത്. എന്നാൽ മഹത്തുക്കളായ തഫ്സീർ പണ്ഡിതന്മാർ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ആയത്ത് വിശദീകരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് ഇമാം തബരിയുടെ തഫ്സീറിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദാഇമായി പ്രത്യേകിച്ച് ഇമാം തബരി പറയുന്നു, വഅമ്മാ ഖൗലുഹു, വിശുദ്ധ ഖുർആനിൽ വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം, റസൂലിലേക്ക് മടക്കണം എന്ന ആയത്തിന്റെ വിവക്ഷ എന്താണ്? ഫഇന്നഹു യഖൂൽ, അള്ളാഹു പറയാണ്, ഫഇൻ ലം തജിദു ഇലാ ഇൽമി ദാലിക ഫീ കിതാബില്ലാഹി സബീല, നിങ്ങൾ പരസ്പരം തർക്കിക്കുന്ന വിഷയത്തിൽ ശുദ്ധ ഖുർആനിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇൽമി നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഫർതാദു മഅരിഫത ദാലിക അയ്ദൻ മിൻ ഇൻദിർ റസൂൽ, അതായത് റസൂലിൽ നിന്ന് ആ കാര്യം കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. ഇൻ കാന ഹയ്യൻ, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുകയാണെങ്കിൽ റസൂലിലേക്ക് പോയിട്ട് ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? വ ഇൻ കാന മയ്യിതൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം മയ്യിത്താണെങ്കിൽ ഫമിൻ സുന്നതിഹി, നബിയുടെ സുന്നത്തിൽ നിന്നാണ് നിങ്ങൾ ആ ഇൽമു എടുക്കേണ്ടത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ വ്യത്യാസം പലപ്പോഴും ഇസ്തിഗാസവാദികൾ ആരോപിക്കാറുള്ളത് എന്നാണ്. അതായത് ഈ വഹാബികൾ മുജാഹിദുകളൊക്കെ കൊണ്ടുവന്ന ആശയം എന്താ അറിയോ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു അവസ്ഥയും വഫാത്തായതിനു ശേഷം വേറൊരു നിലപാടും അങ്ങനെ ആര് പഠിപ്പിച്ചു എന്നാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ പഠിപ്പിച്ച ധാരാളം തെളിവുകളുണ്ട്. അതിലൊരു തെളിവാണിത്. ഉണ്ടല്ലോ, ഇമാം തബരി ഹിജ്റ എത്രാം വർഷം മരണപ്പെട്ടതാണ്? ഹിജ്റ 310 എന്ന് പറഞ്ഞാൽ 1100 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട തഫ്സീർ ഗ്രന്ഥമാണ്. മാഷാ അല്ലാഹ്,
ഇപ്പോഴും പരിപൂർണമായും അച്ചടിക്കപ്പെട്ടു. ഏകദേശം 20ഓളം വാല്യങ്ങളിൽ അച്ചടിക്കപ്പെട്ടു. അതിന് പല തഹ്ഖീഖാത്തുമുണ്ട്. ഡോക്ടർ അബ്ദുൽ തുർക്കിയുടെ തഹ്ഖീഖ് മാഷാ അല്ലാഹ് വിലപ്പെട്ടതാണ്. അതേപോലെ തന്നെ മക്തബത്ത് ഔലാദ് ഷേഖ് ഒക്കെ ഇറക്കിയ പതിപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടെ ഇമാം തബരിയുടെ തഫ്സീർ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു വേർതിരിവ്. റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം എന്താണ്? റസൂലിൻ്റെ സുന്നത്തിലേക്ക് മടക്കുക എന്നാണ് ഇതിൻ്റെ ആയത്തിൻ്റെ വിവക്ഷ. ഇപ്പോൾ ഇവിടെ സഹോദരൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ദീനിൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞത്. കാരണം ഈ യോജിക്കുക, ഒരുമിക്കുക എന്ന് പറഞ്ഞ് പലപ്പോഴും തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് കേവലം നമ്മൾ ഒരു അസ്ലിൻ്റെയും മനസ്സിലാക്കാതെ, തൗഹീദ് ഉൾക്കൊള്ളാതെ, അഖീദ ഉൾക്കൊള്ളാതെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടുക എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പം വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ ശരിക്ക് അൽ ജമാഅയാണ് ഉദ്ദേശം. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യോജിക്കുക, ഒരുമിക്കുക എന്നാണ്. അതല്ലാതെ പ്രമാണം വിട്ടുകൊണ്ടുള്ള ഒരു ഒരുമിക്കൽ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പലപ്പോഴും ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ എന്ന ഹദീസ് ദുർബലമായ അല്ലെങ്കിൽ സ്ഥിരപ്പെടാത്ത അസ്ലില്ലാത്ത ഒരു ഹദീസ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പല പണ്ഡിതന്മാരും ഇതിന് അസ്ലില്ല, ദുർബലമായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബുകാരനായ ഇമാം ഇബ്നുൽ മുൽഖിം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി പറയാണ് ലാ അസ്ല ലഹു, അതിന് യാതൊരു അസ്ലുമില്ല. എൻ്റെ ഉമ്മത്തിൻ്റെ ഭിന്നിപ്പ് റഹ്മത്താകുന്നു, കാരുണ്യമാകുന്നു എന്ന ഒരു ദുർബലമായ റിപ്പോർട്ടുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജഹദൽ മുഹദ്ദിസൂന ഫീ അൻ യഖിഫൂ ലഹു അലാ സനദ് ഫലം യുവഫഖു. അതായത് പല മുഹദ്ദിസുമാരും ഇതിനെ സനദ് കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചു എന്ന്, പക്ഷെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ്? അത് ദോഷമാണ്. അത് റഹ്മത്തായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ നാം മനസ്സിലാക്കണം നമ്മുടെ പൂർവികരായ അഇമ്മത്തുകൾ നിലപാട്. അതായത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസമില്ലാത്ത പൂർവികരായ അഇമ്മത്തുകളുണ്ടല്ലോ, സഹാബിമാർ, താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഉൾക്കൊണ്ട അഖീദ, അവർ ഉൾക്കൊണ്ട മൻഹജ്. പലപ്പോഴും ഈ മദ്ഹബിൻ്റെ ആൾക്കാർ എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ അഖീദ അവലംബിക്കാറില്ല, അവരുടെ മൻഹജ് അവലംബിക്കാറില്ല. ഇപ്പം ഇമാം മാലിക്, ഉദാഹരണത്തിന് ഇമാം മാലിക് റഹിമഹുല്ലാ ഇപ്പം സഹാബിമാരുടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണ്? ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അറിയപ്പെട്ട മാലിക് മത പണ്ഡിതനാണ്, സലഫി പണ്ഡിതൻ. അദ്ദേഹം പറയുന്നു, അതായത് ഇമാം മാലിക്കിനോട് ചോദിക്കപ്പെട്ടു സഹാബിമാരുടെ അഭിപ്രായത്തിനെ സംബന്ധിച്ച്, അതായത് ഇഖ്തിലാഫു അസ്ഹാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. ഇമാം മാലിക് ചോദിക്കപ്പെട്ടു. ഇപ്പം എന്താ പറഞ്ഞറിയോ? ഖതഉൻ വസവാബുൻ ഫൻദുർ ഫീ ദാലിക്. അതിൽ ഖത ഉണ്ട്, അബദ്ധമുണ്ട്, അതിൽ സത്യമുണ്ട്, അത് പരിശോധിച്ചു കൊള്ളുക. അപ്പം അതുകൊണ്ടാണ് ഒരു സഹാബിയുടെ കൗല് എന്തല്ല സഹോദരന്മാരെ, ഒരു സഹാബിയുടെ ഒറ്റപ്പെട്ട കൗല് ഹുജ്ജത്തല്ല. അതിന് മറ്റു പ്രമാണങ്ങളുടെ പിൻബലമില്ലെങ്കിൽ, മറ്റു സഹാബികൾ അതിനോട് യോജിച്ചിട്ടില്ലെങ്കിൽ, അത് ഷാഫിഈ ഉസൂലിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഷാഫിഈ ഉസൂലിലും എന്താണ്, ഒരു സഹാബിയുടെ കൗൽ എന്തല്ല, ഹുജ്ജത്തല്ല, തെളിവല്ല എന്നാണ്, അത് ന്യായമല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജുമുഅയും പെരുന്നാളും ഒന്നിച്ചു വന്നാൽ, ജുമുഅയും പെരുന്നാളും ഒന്നിച്ചു വന്നാൽ പെരുന്നാൾ നമസ്കരിച്ചവർക്ക് ജുമുഅയുടെ കാര്യത്തിൽ ഇളവുണ്ട് എന്ന സഹീഹായ ഹദീസുകൾ ഒരു ഭാഗത്ത്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഉദ്ധരണിയിൽ, ഒരു അസറിൽ കാണാൻ സാധിക്കും, അതായത് മദീന വാസികളല്ലാത്ത, മദീനയിൽ നിന്ന് വിദൂരപ്പെട്ട അഹ്ലുൽ ആലിയ അല്ലെങ്കിൽ അഹ്ലുൽ അവാലിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇളവ് കൊടുത്തു എന്ന റിപ്പോർട്ട്. അതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അപ്പം അത് ജുമുഅ നിർബന്ധമായ അല്ലെങ്കിൽ മദീനത്തിൽ നിന്ന് വിട്ടുന്ന വിദൂരപ്പെട്ട ആൾക്കാർക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇളവ് കൊടുത്തതാണ്, എല്ലാവർക്കുമുള്ള ഇളവല്ല എന്നാണ് ഷാഫിഈ മദ്ഹബ്. അവർ തെളിവാക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അസറാണ്. ഇമാം മാലിക്
ചോദിക്കപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം മാലിക്കിൻ്റെ മദ്ഹബ് എന്താ അറിയോ? ആർക്കും ഇടമില്ല, ജുമുഅ നിർബന്ധമായിട്ട് നിസ്കരിക്കണം എന്നാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അസർ കേൾപ്പിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞെന്താ അറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ആ സഹാബിയുടെ ഒരു ഖൗല് എന്താണ്? നിരുപാധികം, ഹുജ്ജത്തല്ല, അത് തെളിവല്ല എന്ന മറുപടിയാണ്. അപ്പോൾ ഇവിടെ സഹീഹായ ഹദീസുകൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ സഹീഹായ ഹദീസുകളെയാണ് മുന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സാന്ദർഭികമായി ഉദാഹരണം പറഞ്ഞതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ നിലപാടാണ് കൂടുതൽ തെളിവുകളോട് യോജിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുമുഅന്റെ വിഷയത്തിൽ ഇളവുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്ന സഹോദരന്മാരെ. ഇപ്പോൾ സഹാബിയുടെ വിഷയത്തിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോൾ നാം പ്രമാണങ്ങളിലേക്ക് മടങ്ങണം എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. സഹാബികൾക്കിടയിൽ പോലും പലപ്പോഴും പല വിഷയങ്ങളിലും എന്തുണ്ടാവും? അഭിപ്രായ ഭിന്നതയുണ്ടാവും. അപ്പോൾ ഓരോ സഹാബിയുടെയും ഖൗല് നിരുപാധികം തെളിവാണോ, ന്യായമാണോ? നമ്മൾ കിതാബിലേക്കും സുന്നത്തിലേക്കും അവയെ മടക്കേണ്ടതാണ്. അപ്പോൾ സഹാബികളുടെ വിഷയത്തിൽ പോലും പണ്ഡിതന്മാർ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ മദ്ഹബിൻ്റെ അല്ലെങ്കിൽ ശേഷം വന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായും നാം പണ്ഡിതന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണം എന്താണ്? പ്രമാണം കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സാന്ദർഭികമായി ഉണർത്താനുള്ളത്, അതായത് അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാട്. പലപ്പോഴും പല ദാഇമാർക്കും അബദ്ധം സംഭവിക്കാനുള്ള ഒരു വിഷയമാണ്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ അസ്രം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഒരുമിക്കുക, ഭിന്നിക്കാതിരിക്കുക എന്നാണ്. അപ്പോൾ അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് ശരിക്കും നിരുപാധികം മോശമായ കാര്യമാണോ? അവിടെ എന്താ പറയുക? കിതാബിനെയും സുന്നത്തിനെയും അവഗണിച്ചുകൊണ്ട്, കിതാബും സുന്നത്തും വിട്ടുകൊണ്ട് ഭിന്നിക്കുന്നതാണ് ശരിക്ക് വിലക്കപ്പെട്ടത്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ കിതാബും സുന്നത്തും പരിശോധിച്ച് ആ വിഷയത്തിൽ അബദ്ധത്താൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അതെന്തല്ല? മദ്മൂമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ എപ്പോഴാണ് അഭിപ്രായ ഭിന്നത വിഷയങ്ങളിൽ നാം എതിർക്കാൻ പറ്റുക? അതായത് അൽ ഇൻകാറു ഫി മസാഇലി അൽ ഖിലാഫ് എന്നൊക്കെ പറയും. അതായത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ നമുക്ക് രണ്ട് വിഷയങ്ങളാക്കി തിരിക്കാം. ഒന്ന് തെളിവിൻ്റെയും അതേപോലെ തന്നെ സലഫിൻ്റെയും അഹ്ലുസുന്ന പണ്ഡിതന്മാരുടെ പിൻബലമുള്ള വിഷയങ്ങൾ. രണ്ടാമത്തെ ഖിലാഫുള്ള വിഷയം എന്താണ്? അതായത് സലഫിൻ്റെയും അഹ്ലുസുന്ന പണ്ഡിതന്മാരുടെയും പിൻബലമില്ല, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത തർക്ക വിഷയങ്ങൾ. ഈ രണ്ടാം ഇനത്തിൽപ്പെട്ട തർക്ക വിഷയങ്ങളെ നമുക്ക് എതിർക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, അതേപോലെ തന്നെ മൗലിദ് ആഘോഷിക്കുക, ഇതൊക്കെ പുണ്യകർമ്മങ്ങളായിട്ടാണ് പലരും ആചരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനെന്താണ്? പ്രമാണങ്ങളുടെ പിൻബലമില്ല. അതേപോലെ നമ്മുടെ പൂർവികരായ അഹ്ലുസുന്ന പണ്ഡിതന്മാരുടെയും സലഫിൻ്റെയും പിൻബലമില്ല. അത് എതിർക്കപ്പെടേണ്ടതാണ്. എന്നാൽ മസാഇൽ ഇജ്തിഹാദ് ഉണ്ട്. ഇജ്തിഹാദിയായ ഗവേഷണത്തിന് വിധേയമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള വിഷയങ്ങളുണ്ട്. അതിനെന്താണ്? പണ്ഡിതന്മാരുടെ അഹ്ലുസുന്ന പണ്ഡിതന്മാരുടെ മുൻഗാമികളുടെ സലഫിൻ്റെ പിൻബലവും പ്രമാണങ്ങളുടെ പിൻബലവും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ പ്രബലം ഇതാണ്, പ്രമാണങ്ങളോട് യോജിച്ച വിഷയം ഇതാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അല്ലെങ്കിൽ എതിർക്കാൻ പാടില്ല, അത് എതിർക്കേണ്ടതില്ല എന്നർത്ഥം. അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോൾ ഇമാമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് മുഅ്മിനീങ്ങൾ നമസ്കരിക്കുന്നു. ഇമാം ഉറക്കെ ഓതുമ്പോൾ നാം ഫാത്തിഹ ഓതണ്ടേ? മനസ്സിലായില്ല? ബിസ്മി ഉറക്കെ ഓതണ്ടേ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്താണ്? അത് ശരിക്ക് ഇജ്തിഹാദിയായ വിഷയങ്ങളാണ്. അതിനെന്താണ്? ഓരോ വിഭാഗക്കാർക്കും അവരുടേതായ തെളിവുകളുണ്ട്, അവരുടേതായ സലഫിൻ്റെ പിൻബലമുണ്ട്. അതുമായി കൂട്ടിച്ചേർക്കാൻ പറ്റുന്നൊരു വിഷയമാണ് ഈ സുബൈക്കുള്ള ഖുനൂത്ത്. സുബൈക്കുള്ള ഖുനൂത്തിൻ്റെ വിഷയത്തിൽ പ്രബലമായ വീക്ഷണം എന്താണ്? ഖുനൂത്ത് ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെ പല പണ്ഡിതന്മാരും പറയുന്നു അത് മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കേണ്ടതില്ല എന്ന്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് അത് ബിദ്അത്തായിട്ടും പറയേണ്ടതില്ല എന്ന്. കാരണം എന്താണ്? പല സലഫിൻ്റെയും പിൻബലം അതിനുണ്ട് എന്ന് മാത്രമല്ല, ആ വിഷയം
സുബൈക്ക് നിത്യമായി ഖുനൂത്ത് ഓതുക എന്ന വിഷയം ചെയ്യുന്നവർ, ആ വിഷയത്തിൽ ഇമാം ഹാക്കിം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈക്ക് ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. ഖാനത്ത് റസൂലുള്ളാഹി ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ എന്ന ഹദീസ് സഹീഹാണെന്ന് പറയുന്ന പല പ്രഗത്ഭരായ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അത് ശരിക്ക് ഇൻകാറിൻ്റെ മസലകളിൽപ്പെട്ടതല്ല. തീർച്ചയായും നമുക്ക് ഗവേഷണം നടത്താം, നമുക്ക് ചർച്ച ചെയ്യാം. പ്രബലമായ വീക്ഷണം എന്താണ്? സുബൈക്ക് ഖുനൂത്ത് ഇല്ലാന്ന് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ നമുക്ക് ഇപ്പം ഈ ഫോട്ടോഗ്രാഫിൻ്റെ വിഷയത്തിൽ, ഫോട്ടോ എടുക്കുന്ന വിഷയം ഒക്കെ ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അത് ശരിക്കും ഇങ്ങനെയുള്ള ഇൻകാർ പാടില്ലാത്ത, ഇൻകാർ ശരിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത മസായിൽ ഖിലാഫിൽപ്പെട്ടതാണെന്ന്. കാരണം അത് അനുവദനീയമാണെന്ന് പറയുന്നവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്, ന്യായങ്ങളുണ്ട്. അതേപോലെ സലഫി ഉലമാക്കളുടെ പിൻബലം അതിനുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് ശരിക്ക് പലപ്പോഴും കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ശരിയായ രൂപമല്ല എന്നാണ് ഈ ഖിലാഫിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സാന്ദർഭികമായി പറയാനുള്ളത്. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ഒരു വിഷയം അസ്ലാം അവസാനിപ്പിക്കുകയാണ്. അതായത് വഇന്നമ ദമ്മുൽ മദ്കൂർ വൽ വഈദുൽ മൗസൂഫ് ലിമൻ തറക അത്തഅല്ലുഖ ബിഹബ്ലില്ലാഹി അല്ലദീ ഹുവൽ ഖുർആൻ വകലാമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മദ്മൂമായ നീചമായ ഇഖ്തിലാഫ് എന്ന രൂപത്തിൽ ഖുർആൻ വിശേഷിപ്പിച്ച അഭിപ്രായ ഭിന്നത എന്താ അറിയോ? അതായത് കിതാബും സുന്നത്തും ഉപേക്ഷിച്ചുകൊണ്ട് വെടിഞ്ഞുകൊണ്ടുള്ള അഭിപ്രായ ഭിന്നത അതാകുന്നു. എന്നാൽ ഖുർആനിനെയും സുന്നത്തിനെയും പരിഗണിച്ചുകൊണ്ട് ഇജ്തിഹാദ് പ്രകാരം അഭിപ്രായ ഭിന്നത സംഭവിച്ചു കഴിഞ്ഞാൽ അത് മദ്മൂമല്ല എന്ന് ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പോലെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് പറയുന്നു, ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു, ثم صار الامر الى ان الافتراق في اصول الدين وفروعه هو العلم والفقه في الدين. അതായത് കിതാബും സുന്നത്തും ഉപേക്ഷിച്ചുകൊണ്ട് ദീനിൽ സംഭവിക്കുന്ന ഈ ഒരു ഇഫ്തിറാഖ് അതായി മാറി ഇൽമും ഫിഖ്ഹും. വസാറ ഇജ്തിമാഉ ഫി الدين لا يقول لا زنديق او مجنون എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയത്തിലുള്ള ഒരുമിക്കൽ, ആ ഒരു ഒത്തുചേരൽ, അത് സിന്ദീഖിന്റെയും മജ്നൂനിന്റെയും അഭിപ്രായം മാറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും സുബ്ഹാനല്ലാഹ് അഹ്ലുസുന്നയായ സലഫികളെ സംബന്ധിച്ച് നാം കേൾക്കാറുള്ള ഒരു ദുരാരോപണമാണിത്. അതായത് മുസ്ലിം ഉമ്മത്തിനെ ചിന്ന ഭിന്നമാക്കി ആര്? സലഫികൾ. സലഫികൾ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിച്ച് കളഞ്ഞു, അവരെ ഭിന്നിപ്പിച്ച് കളഞ്ഞു. അവരെല്ലാവരും ഈ ഖുറാഫാത്തിലും ബിദാത്തിലൊക്കെ ഒന്നായിരുന്നല്ലോ. അങ്ങനെ ഈ തൗഹീദ് പ്രകാരം എല്ലാവരും ഒരേ തറവാട്ടുകാർ, ഒരേ കുടുംബത്തിൽ പലരും തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മാറി, ഖുറാഫാത്ത് ഉപേക്ഷിച്ചു. അപ്പോൾ സുബ്ഹാനല്ലാഹ് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ഒരുമിച്ച് കൂടൽ എന്തായി മാറി? അത് ഭ്രാന്തായി മാറി, അത് സന്ദഖത്തായി മാറി. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശുദ്ധ തൗഹീദിൻ്റെ പ്രചാരകനായ പഴനായകനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് ഈ പിഴച്ച സൂഫികൾ, കാരണം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ സൂഫികൾ പലരും ഗുലാത്തുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്വൈത സിദ്ധാന്തക്കാരനായ ഇബ്നു അറബിയെ അങ്ങേയറ്റം വാനോളം പുകഴ്ത്തുന്ന പിഴച്ചവരായ സൂഫികൾ. ഇബ്നു അറബി ആരാണ്? അതായത് ഖാലിഖും മഖ്ലൂഖും തമ്മിൽ വ്യത്യാസമില്ല, അദ്വൈത സിദ്ധാന്തക്കാരൻ. അദ്ദേഹം എന്തായി വലിയ മഹാനായി മാറി. അശ്ശൈഖുൽ അക്ബർ എന്നാണ് പിഴച്ച സൂഫികളായി അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. ഇബ്നു തൈമിയ്യ അവരുമായി സമ്മതിച്ചു, അവർക്കെതിരെ പോരാടി, അങ്ങനെ അദ്ദേഹത്തെ സിന്ദീഖായി പ്രഖ്യാപിച്ചു. പലപ്പോഴും ആ കാലഘട്ട സൂഫികൾ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ നമ്മൾ ശരിക്കും ബിദഅത്ത് കക്ഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ പ്രദേശത്തെ, ആ ഒരു നാട്ടിലുള്ള ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട് ആ ഭരണത്തിന്, അധികാരത്തിന് സ്വാധീനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അഹ്ലുസുന്ന പണ്ഡിതന്മാരെ തടയിടുക, തടവിലാക്കുക. അങ്ങനെ ഇബ്നു തൈമിയ്യ പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ മരണം വരെ സംഭവിച്ചത് എവിടെ വെച്ചിട്ടാണ്? തടവിലാണ്, ജയിലിൽ സംഭവിച്ചത്. അപ്പം അത്രക്കും ശരിക്ക് അവർ ഈ ഒരു കെണിയും പ്രയോഗിക്കാറുണ്ട്. കാരണം ഇബ്നു തൈമിയ്യ ഇൽമു കൊണ്ട്, ആദർശം കൊണ്ട് നേടാൻ സാധിക്കുന്നില്ല. പിന്നെന്താണ് പണി? അതായത് അധികാരത്തിൻ്റെ ആ സ്വാധീനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അഹ്ലുസുന്ന പണ്ഡിതന്മാരെ തടവിലാക്കുക, പീഡിപ്പിക്കുക. അങ്ങനെ ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം,
ഇബ്നു കസീറൊക്കെ ആര് ശിഷ്യന്മാരാണ്? ഇബ്നു തൈമിയ്യ ശിഷ്യന്മാരാണ്. ഇവരൊക്കെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ തടവിലാക്കപ്പെട്ടു. അപ്പോൾ എപ്പോഴും പ്രവാചകന്മാർക്ക് ശേഷം വന്ന അഹ്ലുസുന്ന ദാഇമാരും എല്ലാ കാലങ്ങളിലും അനുഭവിക്കാറുള്ള പ്രയാസങ്ങളിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ രണ്ടാമത്തെ അസ്ൽ എന്താണ്? അതായത് ദീനിൻ്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒരുമിക്കണം. കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരുമിക്കുക. അതേപോലെ തന്നെ കിതാബിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഭിന്നിക്കാതിരിക്കുക എന്ന അസ്ലാണ് രണ്ടാമത്തെ അസ്ല്. നമ്മൾ എപ്പോഴാണ് നമസ്കാരം നിർത്തുന്നത്? 9 മണിക്കല്ലേ. മൂന്നാമത്തെ അസ്ൽ അൽ അസ്ലു الثالث أن من تمام الاجتماع السمع والطاعة لمن تأمر علينا ولو كان عبدا حبشيا. അതായത് രണ്ടാമത്തെ അടിസ്ഥാന വിഷയം എന്തായിരുന്നു? ദീനിൻ്റെ കാര്യത്തിൽ ഒരുമിക്കുക എന്നാണല്ലോ. അതിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാകുന്നു. അതായത് നമ്മുടെ മേലെ അധികാരം ചുമത്തപ്പെട്ട ഭരണകർത്താക്കളായ ഉമറാക്കൾക്കുള്ള കേൾവിയും അനുസരണവും. അതാണ് അസ്സംഉ വത്താഅതു ലിമൻ തഅമ്മറ അലൈന. നമുക്ക് മീതെ കൈകാര്യകർത്തൃത്വമുള്ള അധികാരമുള്ള നമ്മിൽപ്പെട്ട വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ഭരണകർത്താക്കൾക്കുള്ള അനുസരണം. വലൗ കാന അബ്ദൻ ഹബശിയൻ, ഹബശക്കാരനായ അബസീനിയയിൽപ്പെട്ട അടിമയാണെങ്കിൽ പോലും അദ്ദേഹം നിർബന്ധമായി നാം അനുസരിച്ചു കൊള്ളണം. فبين الله هذا بيانا شائعا ذائعا. ചില നുസ്ഖകളിൽ ഷാഫി എന്ന് കാണാൻ പറ്റും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം മതിയാവുന്ന രൂപത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബികുല്ലി വജ്ഹി മിൻ അൻവാഇൽ ബയാനി ശർഅൻ വ ഖദറൻ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിലൂടെ ശർഇയായിട്ടും അതേപോലെ പ്രാപഞ്ചിക നിയമങ്ങൾ പ്രകടമാക്കിക്കൊണ്ടും ഖദരിയായിട്ടും വിധിപ്രകാരവും ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മനസ്സിലാക്കത്ത വിധത്തിൽ വിവരിച്ചിട്ടുണ്ട്. ثم صار هذا الأصل لا يعرف عند أكثر من يدعي العلم فكيف العمل به. എന്നാൽ ഈ ഒരു അസ്ൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾക്കുള്ള നാം നൽകേണ്ട അനുസരണം, സമഅ് ത്വാഅത്ത്, അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കും വിശദീകരിച്ചിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിൽ പല ഹദീസുകളിലും സ്ഥിരപ്പെട്ടു വന്നതാണ്. പക്ഷേ ഈ അടിസ്ഥാന കാര്യം ഇത്രയും അറിയപ്പെട്ടിട്ടും ധാരാളം ഇൽമ് വാദികളായ പണ്ഡിതന്മാർക്ക് അറിയാതെ പോവുകയാണ്. പിന്നെ എങ്ങനെ അവർ അത് പ്രകാരം അമല് ചെയ്യുക? ഫകൈഫൽ അമലു ബിഹി. ഇതാകുന്നു മൂന്നാമത്തെ അസ്ൽ. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ശർഅ് പ്രകാരം മുസ്ലിം ഭരണാധികാരികൾക്കുള്ള ത്വാഅത്ത് എന്താണ്? നിർബന്ധമാണ്. എന്നാൽ പലരും, പല ബിദ്അത്ത് കക്ഷികളും അതിനെതിരായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലുള്ള വളരെ അപകടകാരികളായ പിഴച്ചുപോയ കക്ഷികളാകുന്നു അൽ ഖവാരിജ്, അല്ലേ? അതേപോലെ അൽ മുഅ്തസില. ഈ രണ്ട് വിഭാഗക്കാരും ഈ രണ്ട് ബിദ്ഈ കക്ഷികളും യോജിക്കുന്ന ഒരു മേഖലയുണ്ട്. എന്താണ്? അതായത് ഭരണകർത്താവ്, മുസ്ലിം ഭരണാധികാരി തെറ്റുകാരനാണെങ്കിൽ, പാപത്തിൽ അകപ്പെട്ട പാപിയാണെങ്കിൽ അയാൾക്കെതിരെ തുനിയാം, അയാൾക്കെതിരെ വാളുകൊണ്ട് ആഹ്വാനം ചെയ്യാം എന്നാണ് ഖവാരിജിൻ്റെയും അതേപോലെ തന്നെ മുഅ്തസിലക്കാരുടെയും വാദം. അൽ മുഅ്തസിലയുടെ 5 ഉസൂലുകളിൽ പെട്ടതാണ് എന്ത്? അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അഹ്ലുസുന്ന പണ്ഡിതന്മാർ അഹ്ലുസുന്നയും വിശദീകരിച്ച അൽ അംറു ബിൽ മഅറൂഫ് അല്ല, നഹി അനിൽ മുൻകർ അല്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ പാപത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം മുസ്ലിം ഭരണകർത്താവ് പാപിയാണെങ്കിൽ അയാൾക്കെതിരെ ശരിക്ക് വാളുകൊണ്ട് എതിർക്കാം എന്നാണ് അവർ പഠിപ്പിക്കുന്ന ശരിക്ക് ഖുറൂജിൻ്റെ അപകടകരമായ ആശയം. ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ ബിദ്ഈ കക്ഷികൾ കേവലം അഖീദിൻ്റെ ചില അസ്മാ സിഫാത്ത് പോലെയുള്ള വിഷയങ്ങളിൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ശരിക്ക് രാഷ്ട്രീയപരമായ തിന്മകളിലേക്കും വ്യതിയാനങ്ങളിലേക്കും മുസ്ലിമീങ്ങളെ ശരിക്കും എത്തിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ചരിത്രത്തിൽ സംഭവിച്ച വളരെ ദുഃഖകരമായ ചില സംഭവങ്ങൾ,
അനിഷ്ടമായ ശരിക്ക് ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്? ഖവാരിജിൽ നിന്ന് സംഭവിച്ച, അതായത് ഖുർആനിലും സുന്നത്തിലുമുള്ള ജഹലുള്ള ജാഹിലീങ്ങളായ സലഫിൻ്റെ സഹാബികളുടെയും പൂർവികരായ സഹാബികളുടെ മാതൃക അവലംബിക്കാത്ത പിഴച്ചുപോയ ആൾക്കാരുടെ അവരുടെ ചിന്തയിൽ വന്ന അപകടം പിടിച്ച ബിദ്അത്താകുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അസ്ല് പല ബുദ്ധിശാലികളായ ആൾക്കാർക്കും ശരിക്ക് അജ്ഞമായ ഒരു കാര്യമാകുന്നു. എന്ന് പറയാൻ കാരണം, മുഅ്തസിലക്കാർ പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള മുഅ്തസില പണ്ഡിതന്മാരെ സംബന്ധിച്ച് പൊതുവെ ഒരു പറച്ചിലുണ്ടെന്നാണ്, അതായത് വലിയ അദ്കിയയിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിശാലികളായ ആൾക്കാരായിരുന്നു, അത്രക്കും ചിന്തയുള്ള ആൾക്കാരാണെന്ന്, ചിന്തിക്കുന്ന വിഭാഗമാണെന്ന്, വലിയ ചിന്തകന്മാരെന്നൊക്കെ പറയും നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതിക പ്രയോഗം. വക്കാന മിൻ അദ്കിയഇൽ ആലം. പക്ഷെ എന്താണ്? ആ സക്കാ, ആ ബുദ്ധിയൊന്നും അവർക്ക് ഉപകരിച്ചില്ല. കാരണം എന്താണ്? അതായത് പ്രമാണങ്ങളിൽ നിന്നും അതേപോലെ സലഫിൻ്റെ ആ ഒരു പാതയിൽ നിന്നും വ്യതിചലിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, അബൂ അലിൽ ജുബ്ബായി, ഇപ്പം ഇമാം അശ്ശഅരി റഹ്മഹുല്ലാഹ് അത് മുഅ്തസില അഖീദ വിട്ട് 40 വർഷത്തോളം അവിടെയായിരുന്നു, പിന്നീട് അഹ്ലുസുന്ന അഖീദയിലേക്ക് മടങ്ങി എന്നാണല്ലോ. ഈ അബൂൽ ഹസൻ അശ്ശഅരിയുടെ ഉസ്താദ് ആരായിരുന്നു? അബൂ അലി അൽ ജുബ്ബായി. അബൂ അലി ജുബ്ബായിയുടെ മകൻ ആരായിരുന്നു? അബൂ ഹാഷിം അൽ ജുബ്ബായി. ഇവർ രണ്ടുപേരും വലിയ ബുദ്ധിശാലികളായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്ക് ധാരാളം ഗ്രന്ഥങ്ങളും തത്വചിന്തയിലേക്ക് നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാരായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ എന്താണ്? ഇത്രയും അപകടം പിടിച്ച ആശയങ്ങൾ പേറി നടക്കുന്ന, സുബ്ഹാനല്ലാഹ്, ഗുരുതരമായ അപകടം പിടിച്ച ആശയങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇമാം അബുൽ ഹസൻ അശ്ശഅരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു തൗബ ചെയ്യാനുള്ള അവസരം നൽകിയത്. ഇതൊക്കെ നാം ശരിക്കും പഠിക്കേണ്ടതാണ്. അതേപോലെ പല അശ്ശഅരി അഖീദ സ്വീകരിച്ച പണ്ഡിതന്മാരും, ഇപ്പം ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, അദ്ദേഹം അശ്ശഅരി പണ്ഡിതനാണ്. അപ്പോൾ ഇമാമുൽ ഹറമൈൻ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട അബുൽ മആലി ജുവൈനി അശ്ശഅരി അഖീദയിലെ വലിയ ശരിക്ക് സൈദ്ധാന്തികനും പണ്ഡിതനുമായിരുന്നു. അതേപോലെ ഫഖറുദ്ദീൻ റാസി, ഇവർക്കൊക്കെ ശരിക്ക് അവസാന കാലഘട്ടത്തിൽ, അതായത് മരിക്കുന്നതിന് മുമ്പ് അവർ തൗബ ചെയ്യുകയും അവർ മനസ്സിലാക്കിയ ആ ഹക്കിലേക്ക്, ഞങ്ങളിതാ സലഫിൻ്റെ അഖീദയിലേക്ക് മടങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ശരിക്ക് രേഖപ്പെടുത്തിയതാണ്, അതായത് ഞാൻ പഠിച്ച ഇൽമുൽ കലാം, അതായത് തത്വചിന്തയും അതേപോലെ തന്നെ അഖീദയും ഒക്കെ കൂട്ടിക്കലർത്തിയ ഒരു മിക്സായി ഒരു പിഴച്ച അഖീദയാണ് ഇൽമുൽ കലാം. അപ്പോൾ ആ ഇൽമുൽ കലാം ഞാൻ ഇതാ വിട്ടിരിക്കുന്നു. ഇൽമുൽ കലാമിലൂടെ എനിക്കൊരു ഫായിദയും ഉണ്ടായിട്ടില്ല. ഞാൻ ഖുർആനിൻ്റെ വഴിയാണ് ഏറ്റവും ശരിയായ വഴി ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഖ്സാമുൽ ലദ്ദാത്ത് എന്ന റിസാല അദ്ദേഹം എഴുതി. ആ റിസാല ശരിക്ക് സലഫിൻ്റെ അഖീദയോട് യോജിച്ച റിസാലയാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും പല പണ്ഡിതന്മാരും അത് ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എത്രയോ പണ്ഡിതന്മാർ സലഫി അഖീദക്ക് വിരുദ്ധരായ പല പണ്ഡിതന്മാർക്കും അജ്ഞതയുള്ളൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ ഇത്രക്കും വ്യക്തമാക്കിയ ഒരു അസ്ലാണ് അസ്സംഉ വത്താഅതു ലിവുലാതി അൽ അംർ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കിയുള്ള 3 അസ്ലുകളുണ്ട്. അൽഹംദുലില്ലാ, നമസ്കാരത്തിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും ദഅവത്ത് നടത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അല നബീന വറസൂലിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.